കഴിഞ്ഞ വീഡിയോയിലെ 11,700 വരെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിത് വീഡിയോ ആയിട്ട് ഇടുന്നൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും പ്രൂഫൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയ പിന്നെ പ്രൈസ് അടിക്കുന്നതിലൊക്കെ ഒരു പ്രൂഫായിട്ടൊന്ന് കാണിക്കാം. അപ്പം അതും ഞാൻ ഈ ടിക്കറ്റുകൾ നമ്പർ ട്രിക്കുകൾ പറയണതല്ലാണ്ട് എനിക്കിത് അടിക്കണുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ഞാൻ ജൂലൈ മന്ത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ജൂലൈ മന്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡർ എടുക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ മന്ത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ മന്താണ് സ്റ്റാർട്ട് ചെയ്തത്. 1-ാം തീയതിയാണ് ടിക്കറ്റ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1000 വിൻ ചെയ്തിട്ടുണ്ട്. 2 ട്രിക്കാണ് ഉപയോഗിച്ചത്. അതിൽ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് കൈരാശിയാണ്. എനിക്ക് ഒരാൾ തന്ന 500 രൂപ ചിഞ്ചാക്കാതെ തന്നെയാണ് ഞാൻ അതിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ലോട്ടറി എടുക്കാൻ നേരത്തെ മുന്നിലിരിക്കുന്ന നമ്പറിൽ 693936 ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് നോക്കും. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് തന്നെയാണ്. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിലാണ് മറ്റൊരു ട്രിക്ക് അപ്ലൈ ചെയ്തെടുക്കുള്ളൂ. അപ്പം ഇത് അതേപോലെ എടുത്ത ഒരു നമ്പറാണ്. 1000 വിൻ ചെയ്തിരിക്കുന്നത്. ബമ്പറൊക്കെ എടുക്കുമ്പോഴേ ഡെയിലി ടിക്കറ്റ് എടുക്കും. അപ്പോൾ അതിൽ 5000 രൂപയ്ക്ക് എനിക്ക് പ്രൈസ് വിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 5000 രൂപയ്ക്ക് മാറിയിട്ടായിരിക്കും പിന്നീട് ഒരു ബമ്പർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ബമ്പറിലും എനിക്ക് 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ നമ്പർ ട്രിക്ക് നോക്കി മാത്രമേ ലോട്ടറി എടുക്കാറുള്ളൂ. ഷോപ്പിൽ ചെന്നിട്ട് എനിക്ക് തൃപ്തിയായില്ല, നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലോട്ടറി എടുക്കാറില്ല. ഷോപ്പിൽ നിന്ന് പോരാറേ ചെയ്യാറുള്ളൂ. പിന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാറുണ്ട്. എന്നിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ലോട്ടറി നോക്കാം. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോട്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് ട്രാക്കിലാണ് പോണത്, ഏത് നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ലോട്ടറി നോക്കാതെ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നാളെ വന്ന നമ്പേഴ്സൊക്കെ ഏതായിരിക്കും, അല്ലെങ്കിൽ ഇനി വരുന്ന ദിനങ്ങളിൽ ഏതൊക്കെ നമ്പർ വരാനുണ്ട് എന്നൊക്കെ. ഇപ്പം മുന്നിലിരിക്കുന്ന നമ്പറിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്പർ ട്രിക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് തന്നെ കുറച്ച് നാൾ ലോട്ടറി എടുക്കുക, ലോട്ടറി എടുക്കുന്നവരായി മാറാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൈസ് വിൻ ചെയ്യും. ലോട്ടറി എടുക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ല, ലോട്ടറിക്ക് അഡിക്റ്റ് ആകണം എന്ന് നിങ്ങളോട് പറയല. വീഡിയോ കേട്ട് കഴിയുമ്പോൾ ആ റേഞ്ചിലൊന്നും ചിന്തിച്ച് കളയരുത്. പക്ഷേ ലോട്ടറി ഒരിക്കലും നഷ്ടസാധ്യതയല്ല. നമ്പർ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 മന്ത് ഇറക്കുന്ന കാശിനേക്കാൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതിന് കുറച്ച് ട്രിക്കും കുറച്ച് ട്രാക്കും കുറച്ച് അനുഭവ സമ്പത്തൊക്കെ മതിയനെ ആർക്കും ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്പർ ട്രിക്കുകളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 30 ദിവസം നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ, ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്, 30 ദിവസം നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ 26 ദിവസം കാണുന്നത് നഷ്ടമായിരിക്കും. പക്ഷെ 4 ദിവസം കാണണ ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, അത് ഈ 30 ദിവസം ഇറക്കിയ പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, വിശ്വാസത്തോടുകൂടി പോയി എടുക്കുക, നമ്പർ ട്രിക്ക് ഉപയോഗിച്ച് എടുക്കുക. തീർച്ചയായിട്ടും മുന്നിൽ പ്രൈസ് എടുക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആകർഷിച്ചെടുക്കാൻ ഈ 2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മതിയാകും. ഞാനേ ആ സെയിം നമ്പർ ട്രിക്ക് തന്നെ അപ്ലൈ ചെയ്തേ ഈ 1000 രൂപ മാറിയപ്പോൾ ഒരു ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ടിക്കറ്റാണ്. നോക്കാം നമുക്കെത്ര പ്രൈസ് ഉണ്ടോ എന്ന്. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം.